അത്രേ ഇവിടെ ജന്മസ്ഥാപല്യമാകുന്നത്. ൊവ്വണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ മഹാന്മാരെ രക്ഷിക്കട്ടെ ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദം കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് ശക്തി മധ്യമമണ്ഡപനായിരിക്കുന്ന ആ വിഷ്ണുവിനെ പാഞ്ചാലി സ്വയംവരോധം ശ്രമിച്ച് പാഞ്ചാല രാജധാനിയിലേക്ക് പുറപ്പെട്ട സന്ദർഭത്തിൽ സ്വാമി ശ്രീകൃഷ്ണൻ പാഞ്ചാല രാജധാനിയെ പ്രാപിക്കാനായിക്കൊണ്ട് സത്യഭാമാസമേതം മൃഗാപുരീക്കൽ ആയവിടെ വർത്തിപ്പൂരം ചെയ്തു. ആയത് പ്രകാരമാകുന്നത് സത്യമായുന്നു സത്യഭാമ യുക്തനായി തീർന്നു. ആരാ? ആ ദേവൻ എന്നല്ലേ? ആ വിപ്പും ഭാവവും സമ്പ്രദായവും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ആരാണ് ആ ദേവൻ എന്നല്ലേ ആലോചിക്കുന്നത്. നിരവധി ദേവന്മാരെ കുറിച്ച് കേൾക്കലുണ്ടായിട്ടുണ്ട്. ദേവന്മാര് മാത്രമല്ല കേട്ടോ, ദേവനും ദേവിയും ഒരുമിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. ആരാ നോക്കൂ? സാക്ഷാൽ മഹാദേവനോ മഹാദേവന്റെ പ്രിയതമയായിരിക്കുന്ന ദേവി പാർവതി നടക്കുന്നുണ്ട്. ഇങ്ങനെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുക അല്ലേ? മഹാദേവനെ കുറിച്ച് കേൾക്കലുണ്ടായിട്ടുണ്ട്, ദേവിയെ കുറിച്ച് കേൾക്കലുണ്ടായിട്ടുണ്ട്. ഈശ്വരന്മാര് അനവധിയുണ്ട്. എന്നിരുന്നാലോ ആരാ ഈ ദേവൻ എന്നാണെങ്കിൽ വേറെ ആരുമല്ല, സത്യഭാമ യുക്തനായി തീർന്നിരിക്കുന്ന ദേവൻ. അതാരാ? ഈ സത്യഭാമ യുക്തനായി തീർന്നിരിക്കുന്ന ദേവൻ എന്നാണെങ്കിൽ വേറെ ആരുമല്ല, നിരവധി. ആരെങ്കിലും പറയൂ ഈ വിദ്വാൻ എത്രയാ ഭാര്യ? ആ ഇരിപ്പും ഭാവവും സമ്പ്രദായവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എത്ര ഭാര്യമാരെ സ്വന്തമാക്കി വെച്ചിട്ടുള്ള ആളാണ് അറിയോ? എണ്ണി കഴിഞ്ഞാൽ ആയിരിക്കണോ 1 2 3 4 5 10 16,000-ഓളം വരുന്ന ഭാര്യമാരായിരിക്കുന്നുണ്ട്. ഈ വിദ്വാനുണ്ട്. പക്ഷേ 10,000-ഓളം വരുന്ന ഭാര്യമാരിൽ പ്രഥമ സ്ഥാനത്തുള്ള ഭാര്യമാരുണ്ട്. അവരാണ് ഈ 8 കണ്ടോ, താടിക്ക് കൈ കൊടുത്തിരിക്കുന്നുണ്ട്. സാക്ഷാൽ രുക്മിണി. എന്തൊരു കൗതുക കാണാൻ. 1 2 3 4 5 6 7 8 ഭാര്യമാര് പ്രഥമ സ്ഥാനത്തുള്ളവരാ. അങ്ങനെയുള്ള 8 ഭാര്യമാരിൽ ആരെയാ ഭഗവാൻ വിളിക്കാനിട വന്നത് എന്നാണെങ്കിൽ അതേ തന്നെ തന്നെയാ വിളിക്കുന്നത്. ആരെയാ വിളിച്ചത് എന്നാണെങ്കിൽ സത്യഭാമ
ആരാ വിളിക്കണമെന്ന് നോക്കിയില്ല, അവിടെ ഇരുന്നോളൂ. ഞാൻ ബാമനെ വിളിച്ചതേ. ഇത് ഏതോ സഖിയാ പുറപ്പെട്ട് വരുന്നത്. എന്ന് വിളിക്കേണ്ട താമസം. ഇത് ഏതാ ഈ ഭൂതഗണങ്ങൾ വന്നിരിക്കുന്നത്? ഭഗവാൻ ബാമയെ വിളിക്കുമ്പോഴേ ഓരോരുത്തരും അവിടെ നോക്കുക. അപ്പോഴാണ് ഭഗവാൻ ബാമയുടെ അടുത്ത് ചെന്നു മാത്രമല്ല, അല്ലേ ബാമേ എന്നങ്ങനെ വിളിക്കേണ്ട താമസം. ബാമ എണീറ്റു. ഭഗവാൻ എന്താ കാര്യമായിട്ട് ഇങ്ങനെ വിളിക്കുന്നത്? അല്ല ബാമേ, ഞാൻ ബാമയും കൂടെ കൂട്ടിയിട്ട് ഒരു ഇടം വരെ പോവാന്നങ്ങോട്ട് നിരീക്ഷിച്ചിരിക്കുന്നത്. സന്തോഷമായി. അതങ്ങനെ തന്നെയാണല്ലോ. ഭർത്താവിന്റെ കൂടെ ഭാര്യ എവിടേക്കെങ്കിലും പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാ സന്തോഷം? ഭാര്യക്ക് സന്തോഷമുള്ള കാര്യ. അങ്ങനെ തന്നെയാണല്ലോ ഇവിടെ രാമ പറഞ്ഞു. അതേ ഭഗവാൻ എവിടേക്കാ വേണ്ടത്, എവിടേക്കാ പോണ്ടത്, ഒരുമിച്ച് പോവാം. സന്തോഷായി. ഭഗവാൻ എന്താ കാരണം? മാമിയെ വിളിക്കേണ്ട താമസം, മാമ എണീക്കേണ്ട താമസം, മാമ പുറപ്പെടാന്ന് പറഞ്ഞു. അപ്പോഴാണ് മാമയ്ക്ക് തോന്നി എന്താ കാരണം? ഭഗവാന്റെ കൂടെയല്ലേ പുറപ്പെടുന്നത്, ഒന്ന് എവിടേക്കാണെന്ന് അങ്ങനെ ചോദിക്കാം. അതങ്ങനെ തന്നെയാണ്. ഭാര്യയോട് ഭർത്താവ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ കൂടെ പോവാന്നൊക്കെ പറയും. കുറച്ചു നേരം കഴിഞ്ഞാൽ പറയും, അതേ ഭർത്താവേ അല്ലപ്പോ നമ്മൾ എവിടേക്കാ പോണത്? എന്താ കാരണം? അതിനനുസരിച്ച് വേണമല്ലോ വേഷം കെട്ട് നടത്താൻ വേണ്ടിയിട്ട്. അതിനാണ് മാമ ചോദിച്ചു, അല്ലേ ഭഗവാൻ എവിടേക്കാ ഞാനോ ഭഗവാനും കൂടെ പോണത് എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ എന്തു പറഞ്ഞു? മാമേ, ഞാൻ ഭാവിയും കൂടെ കൂട്ടിയിട്ട് പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്വയംവരത്തിനാണ്. നല്ല കഥയായി. സ്വയംവരത്തിനാണെങ്കിൽ ഈ മാമയില്ല. എന്താ മാമ ഇപ്പൊ അങ്ങനെ പറയണത്? മാമ പുറപ്പെടാന്നല്ലേ പറഞ്ഞത്, മാമ സന്തോഷമുണ്ടെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എന്താ മാമ പറയണത്? മാമ ഇല്ലാന്നോ? അതേ ഭഗവാൻ ഓർമ്മയുണ്ടാവില്ല. ഭഗവാൻ കഴിഞ്ഞതൊക്കെ മറന്ന ആളാ. ഇതിനു മുമ്പ് ഓർമ്മയില്ലേ? മാമേ പുറപ്പെടൂ, മാമേ പുറപ്പെടൂ എന്ന് പറഞ്ഞ് ഏതാ സന്ദർഭമാണെങ്കിൽ രുക്മിണി സ്വയംവരം മറന്നിട്ടില്ല ഭഗവാൻ. ഭാര്യയ്ക്ക് സഹിക്കോ? ആലോചിച്ച് നോക്കൂ. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് അങ്ങനെ വിവാഹത്തിന് പോയിട്ട് വിവാഹ മണ്ഡപത്തിൽ ചെന്നിട്ട് ആ വധുവിനെ വിവാഹം ചെയ്ത് വരിക. ആ ഇരിപ്പ് കണ്ടാൽ തന്നെ അപ്പ തന്നെ കൊടുക്കും ഭർത്താവിനെ നടന്ന. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് അടിഞ്ഞൊരുക്കിയിട്ട് അങ്ങനെ പോവുക. എന്നിട്ട് അവിടെ ചെന്നിട്ടുള്ള അവിടെയുള്ള വിദ്വാസിനെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ സഹിക്കോ? ഭഗവാനെ, ഞാനൊരു ഭാര്യയല്ലേ, ഞാനതൊക്കെ സഹിച്ചില്ലേ. അന്ന് മുതൽക്ക് ഞാനൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കൂടെ സ്വയംവര മണ്ഡപത്തിലേക്ക് വരില്ല എന്നങ്ങോട് പറയാനിട വന്നപ്പോ ഭഗവാന് തോന്നി, അയ്യോ എന്റെ കൂടെ രാമ എന്തായാലും വേണം. അതേ രാമേ ഇവിടെ വരൂ. അരോഗ്യായിട്ടുള്ള പോകാണോ രാമേ? ദാദാ ഇനി ഞാൻ പറയണത് ഒന്ന് കേൾക്കണം രാമേ. അല്ലേ എന്താ ഭഗവാൻ അത്രയൊക്കെ പറയാനുള്ളത്? ഞാനൊന്നുമില്ല. ഭഗവാൻ എവിടേക്കാ വെക്കോളൂ. അല്ല രാമേ, ഞാനിപ്പോ ഭാര്യയെ കൂടെ കൂട്ടിട്ട് പോവാൻ തീരുമാനിച്ചിട്ടുള്ളത് അർജുനന്റെ വിവാഹത്തിനാണ്. ഭഗവാൻ ഇപ്പോ നുണ പറയാനും കൂടി ആയില്ലേ ഭഗവാനെ? ഭഗവാൻ നുണ പറയുകയാണെന്ന് സത്യഭാമ പറയാൻ തുടങ്ങി. അതേ ഭഗവാൻ ഞാനൊന്നും അറിയാത്ത ആളല്ല, ഞാൻ എല്ലാം വൃത്താന്തം പറയുന്നുണ്ട്. ഇപ്പൊ ഭഗവാൻ എന്ന് മുതലാ ഗണേശനായി എന്തിനാ ഇങ്ങനെ നുണ പറയണത് എന്നോട്? ഞാനൊന്നും അറിയാത്ത ആളാണോ? ആ പാണ്ഡവന്മാരെല്ലാവരും അരക്കിലത്തിൽ പെട്ട് ശുദ്ധി കൂടിയില്ലേ? അർജുനന്റെ കഥ കഴിഞ്ഞില്ലേ? പറഞ്ഞു, എന്താ ബാമയെ പറയുന്നത്? ബാമ ഈ ലോകവൃത്താന്തം കേട്ടിട്ട് വിശ്വസിച്ചിരിക്കുകയാണോ? മറ്റുള്ളവര് പലതും പറയാനിട വന്നിട്ടുണ്ട്. എന്നാൽ ബാമേ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. ബാമ ഇനി ഞാൻ പറയാൻ പോണ കാര്യം രാമ മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് പാണ്ഡവന്മാരുടെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ആരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പുറപ്പെട്ടു? രാമയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പുറപ്പെട്ടു. അതേ രാമ നിരീക്ഷിച്ചതുപോലെയൊന്നും അല്ല. ഭഗവാൻ വേറൊന്നുമല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യം രാമയോട് പറയാൻ അങ്ങോട്ട് തുടങ്ങി. അതങ്ങനെ തന്നെയാണല്ലോ. ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ഭാര്യയോട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അതോ ആരോടാ പറയാനുള്ളത്? സത്യഭാമയോടാ. സത്യഭാമ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ കേമാണ്. സത്യമായിട്ട് പ്രിയതമയായി തീർന്നിട്ടുള്ളവളാണ് സത്യഭാമ. അർജുനന്റെ പരമബന്ധുവാണ്. അത് മാത്രമല്ല
മാത്രമാണോ? അങ്ങനെയുള്ള മാമയോട് ഭഗവാൻ പറയാനായിട്ട് പുറപ്പെട്ടു. അതേ മാമേ, യഥാർത്ഥത്തിൽ പാണ്ഡവന്മാര് ചിന്തി കൂടിയിട്ടില്ല. മാമയ്ക്ക് അറിയാലോ, അവര് ദുര്യോധനാദികളുടെ ബുദ്ധികേതുവായിട്ട് അരക്കില്ലത്തിങ്കൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന കാലം. എന്താ അരക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചയുണ്ടോ? നിൽക്കണം നിപ്പും പാവവും സമ്പ്രദായമൊക്കെ കഴിഞ്ഞ ഒക്കെ നിശ്ചയുള്ള കൂട്ടത്തില് അരക്ക് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്ക് കൊണ്ടുണ്ടാക്കിയുള്ള താൽക്കാലിക ഭവനം. അവിടെ ദുര്യോധനാദികളുടെ ബുദ്ധികേതുവായിട്ട് അരാ ഈ ദുര്യോധനാദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ വിശ്വാസനെ വേറൊരു ദുഷ്ടണ കള്ളലക്ഷണമല്ലേ. എന്താ കാരണം? വേറൊന്നുമല്ല, എങ്ങനെയെങ്കിലും പാണ്ഡവന്മാര് രക്ഷിച്ചു കാണണമെന്ന് ആഗ്രഹമുള്ളവരാണ് കൗരവര്. അവരുടെ ദുർബുദ്ധികേതുവായിട്ടാണ് കാട്ടിനകത്ത് അരക്കില്ലത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം പാണ്ഡവന്മാര് 5 പേരുണ്ട്. ഒന്ന് നകുലൻ, സഹദേവൻ, അർജുനൻ, ഭീമസേനൻ, ധർമ്മോദരൻ. അത് മാത്രമാണോ? അമ്മയും കൂടിയിട്ടുണ്ട്. ഇവരുടെ മനസ്സിൽ എന്താ ആഗ്രഹം? ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ആ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം. താടിക്ക് കയ്യെ കൊടുത്ത് ആലോചിക്കുക, മകനെയും കൂട്ടി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. അതന്നെയാണ് ആഗ്രഹം. ഒരു ഭവനത്തിൽ ഇരിക്കുമ്പോൾ എന്താ ആഗ്രഹിക്കുക? എങ്ങനെയെങ്കിലും മക്കളുടെ കാര്യം നന്നാക്കി എടുക്കണോ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണോ. വഴിതെറ്റി പോട്ടാട്ടോ കാട്ടാളത്തി. ഈ കാട്ടാളന്മാരുടെ കൂടെ തന്നെ നടന്നോളൂ. അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് അവിടെ വിശ്രമിക്കാനുള്ള ഇടം ഒരുക്കിയപ്പോഴെന്തായി? ഒന്ന് കിടക്കണമെന്നായി. അതങ്ങനെ തന്നെയാണല്ലോ. കണ്ണി കണ്ട ജന്തുക്കളെയൊക്കെ പിടിച്ച് ആ പ്രഭാതത്തെങ്കിലും പുറപ്പെട്ട് പ്രദോഷമായ സന്ദർഭത്തെങ്കിൽ വിശ്രമിക്കണമെന്നായി. കിടക്കണമെന്നായപ്പോ ഭീമസേനൻ പറഞ്ഞു, അതേ കാട്ടാളൻ, കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതേ, ഉറക്കമല്ലാതെ വരുന്നുണ്ട്. ഇരുന്ന് തൂങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ. എന്നാ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അവർക്ക് കിടക്കാനുള്ള ഇടവും കൊടുത്തു.